കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ. അടച്ചുപൂട്ടിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട LDF പ്രതിഷേധം. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് സമീപത്തെ കാർ പാർക്കിംഗിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം കണ്ണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് സംഭവത്തെക്കുറിച്ച് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാർ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരം രേഖപ്പെടുത്താൻ വേണ്ടി ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളും അതിൽ അന്തർഭവിച്ചു നിൽക്കുന്ന താല്പര്യങ്ങളും എല്ലാം മനസ്സിലാക്കി നിങ്ങളും ഇത്തരത്തിലുള്ള ചെയ്തികൾക്കെതിരായിട്ടുള്ള ഒരു രംഗത്തിറങ്ങുന്നതിന് സന്നദ്ധമാകണമെന്ന് മാത്രമേ ഞാനിവിടെ ഹ്രസ്വമായി ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. മാർച്ച് ആദ്യവാരത്തിലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് കൊട്ടിഘോഷിച്ചു തുടങ്ങിയ പാർക്ക് പൂർണ്ണമായും അടച്ചിട്ടത്. കഴിഞ്ഞ ദിവസം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും അനുമതി ലഭിച്ചെങ്കിലും കരാർ കമ്പനിയുടെ ഉടക്കുമൂലം തുറന്നുകൊടുക്കൽ വീണ്ടും വൈകുകയാണ്. LDF നേതാക്കളായ PK ശബരീഷ്, അഡ്വക്കേറ്റ് P അജയ്കുമാർ, U ബാബു ഗോപിനാഥ്, C ധീരജ്, ജമാൽ സിറ്റി, KP പ്രശാന്ത്, കോർപ്പറേഷൻ കൗൺസിലർമാരായ VK പ്രകാശിനി, MP അനിൽകുമാർ, ഡോക്ടർ KC വത്സല, പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. പൂനെ ആസ്ഥാനമായ എജുസോഫ്റ്റ് എന്ന ഏജൻസിക്ക് 24 ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്നാണ് അമൃത് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ 64 ലക്ഷം കിട്ടാനുണ്ടെന്നാണ് കരാർ കമ്പനി വാദം. കെട്ടിടത്തിലെ ഇലക്ട്രിക് വയറുകളും മറ്റും എലി കടിച്ചു മുറിക്കുകയും പല ഉപകരണങ്ങൾ മോഷണം പോവുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പരിഹരിച്ചതുൾപ്പെടെ ചിലവായ തുകയും കമ്പനി പറയുന്നു. ഇതിന്റെ നഷ്ടമടക്കമുള്ള തുകയായി 64 ലക്ഷം രൂപ കോർപ്പറേഷൻ നൽകണമെന്നാണ് ഏജൻസിയുടെ ആവശ്യം. തുടർന്നാണ് ഏജൻസി കെട്ടിടത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതെന്നാണ് അവർ പറയുന്നത്. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇന്ന് കോർപ്പറേഷനും കമ്പനി പ്രതിനിധികളുമായി ഓൺലൈൻ യോഗം ചേരുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.